മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. ഇന്നത്തെ പരിശോധനാ ഫലം ആർക്കും കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ അതേസമയം രോഗബാധയുള്ള 61 പേരുടെ റിസൾട്ട് നെഗറ്റീവായിട്ടുണ്ട്. ഇതുവരെ 499 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 95 പേരായിരുന്നു ചികിത്സയിൽ. അതിൽ 61 പേര് ഇന്ന് നെഗറ്റീവായതോടെ ആശുപത്രി വിടും. അതോടെ ആശുപത്രിയിൽ തുടരുന്നവരുടെ എണ്ണം 34 മാറും. 21,724 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 21,352 പേർ വീടുകളിലും 372 പേർ ആശുപത്രികളിലുമാണ്. ഇതുവരെ 33,010 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 32,315 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 2,431 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതിൽ 1,846 എണ്ണം നെഗറ്റീവാണ്. സംസ്ഥാനത്ത് 84 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിലുള്ളത്. പുതുതായി ഈ ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കലൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് 1,249 ടെസ്റ്റുകളാണ് സംസ്ഥാനത്ത് നടന്നത്. കേരളത്തിൽ രോഗവ്യാപനം പിടിച്ചു നിർത്താനാവുന്നു എന്നത് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ കേരളീയർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ മഹാവ്യാധിയുടെ പിടിയിലുമാണ്. 80-ലധികം മലയാളികളാണ് ഇതുവരെ COVID-19 ബാധിച്ച് വിവിധ രാജ്യങ്ങളിൽ മരണമടഞ്ഞതായി റിപ്പോർട്ടുള്ളത്. ഇന്ത്യക്കകത്താണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മുടെ സഹോദരങ്ങളെ ഈ രോഗം രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. നമ്മളെ ഏറ്റവുമധികം വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണിത്. ഈ വാർത്താ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഒരു മരണവാർത്ത കാണുകയുണ്ടായി. COVID-19 ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ട എല്ലാ കേരളീയരുടെയും കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കട്ടെ. രാജ്യത്തിനകത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ 1,66,263 മലയാളികളാണ് നാട്ടിലേക്ക് വരാനായി നോർക്ക വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ
കർണാടകം, തമിഴ്നാട്, മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ. കർണാടകയിൽ 55,188, തമിഴ്നാട്ടിൽ 50,863, മഹാരാഷ്ട്രയിൽ 22,515, തെലുങ്കാന 6,422, ഗുജറാത്ത് 4,959, ആന്ധ്രാപ്രദേശ് 4,338, ഡൽഹി 4,236, ഉത്തർപ്രദേശ് 3,293, മധ്യപ്രദേശ് 2,490, ബീഹാർ 1,678, രാജസ്ഥാൻ 1,494, പശ്ചിമ ബംഗാൾ 1,357, ഹരിയാന 1,777, ഗോവ 1,075, 1000-ൽ താഴെയുള്ള മറ്റു കുറേ സംസ്ഥാനങ്ങളുമുണ്ട്. ഈ വിവരങ്ങൾ പൂർത്തിയായതോടെ ഇവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 28,272 പേരാണ് പാസിന് അപേക്ഷിച്ചത്. 5,470 പാസ് വിതരണം ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഉച്ചവരെ 515 പേർ വിവിധ ചെക്ക് പോസ്റ്റുകൾ വഴി എത്തിയിട്ടുണ്ട്. നോർക്ക വഴി രജിസ്റ്റർ ചെയ്തവർക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ പാസുകൾ നൽകുന്നുണ്ട്. അതിർത്തിയിലെ തിരക്ക് ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ഇതുവരെ 13,818 അതിഥി തൊഴിലാളികളാണ് സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്ത ആളുകളിൽ 1/5 ആളുകൾക്ക് മാത്രമേ സ്വന്തം വാഹനങ്ങളിലോ വാഹനങ്ങൾ വാടകയ്ക്കെടുത്തോ നാട്ടിലെത്താൻ കഴിയൂ. മറ്റുള്ളവർ ഗതാഗത സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ തിരിച്ചെത്താൻ പ്രയാസമുള്ളവരാണ്. അവർക്ക് ഇപ്പോഴുള്ള സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചേരാൻ നിരവധി പ്രതിബന്ധങ്ങളുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണയും ഇടപെടലും ആവശ്യമുണ്ട്. ആ കാര്യം ചൂണ്ടിക്കാട്ടി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം സഹിതം പ്രധാനമന്ത്രിക്ക് ഇന്ന് കത്തയച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അതിഥി തൊഴിലാളികൾക്ക് പോകാൻ പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ട്രെയിനുകളിൽ സംസ്ഥാനത്തേക്ക് വരേണ്ട പ്രവാസി മലയാളികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. അതോടൊപ്പം ശാരീരിക അകലവും മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേക നോൺ സ്റ്റോപ്പ് ട്രെയിനുകൾ ഇവരെ കൊണ്ടുവരുന്നതിനായി കേരളത്തിലേക്ക് അനുവദിക്കണമെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുള്ളവരും ഇങ്ങോട്ട് വരാൻ അത്യാവശ്യമുള്ളവരുമായ എല്ലാവരെയും തിരിച്ചെത്തിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. ഇതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് ഇതിനകം വരുത്തിയിട്ടുള്ളത്. നോർക്ക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർ അതിൽ ലഭിക്കുന്ന
രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് കോവിഡ്-19 ജാഗ്രതാ പോർട്ടൽ വഴി ബന്ധപ്പെട്ട ജില്ലാ കലക്ടറിൽ നിന്ന് യാത്രാനുമതി വാങ്ങണം. ഗ്രൂപ്പുകളായി വരാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇനിയും അവസരമുണ്ട്. സംസ്ഥാനത്ത് പ്രവേശിക്കുന്ന ചെക്ക് പോസ്റ്റ്, എത്തുന്ന തീയതിയും സമയവും രേഖപ്പെടുത്തി അപേക്ഷ നൽകണം. കലക്ടർമാർ അനുവദിക്കുന്ന പാസ് മൊബൈൽ, ഇമെയിൽ വഴിയാണ് നൽകുക. ഏത് സംസ്ഥാനത്ത് നിന്നാണോ യാത്ര തിരിക്കുന്നത് അവിടെ നിന്നുള്ള അനുമതിയും സ്ക്രീനിംഗ് വേണമെങ്കിൽ അതും യാത്ര തിരിക്കുന്നതിന് മുൻപ് ഉറപ്പാക്കണം. നിർദ്ദിഷ്ട സമയത്ത് ചെക്ക് പോസ്റ്റിലെത്തിയാൽ പാസ് കാണിച്ച് ആവശ്യമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷം സംസ്ഥാനത്തേക്ക് കടക്കാം. വാഹനങ്ങളിൽ ശാരീരിക അകലം പാലിക്കും വിധം യാത്രക്കാരുടെ എണ്ണം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതിർത്തി വരെ വാടക വാഹനത്തിൽ വന്ന് തുടർന്ന് മറ്റൊരു വാഹനത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ സ്വന്തം നിലക്ക് വാഹനങ്ങൾ ഏർപ്പെടുത്തണം. ഡ്രൈവർമാർ യാത്രയ്ക്ക് ശേഷം ക്വാറന്റൈനിൽ പോകണം. രോഗലക്ഷണമില്ലാത്തവർക്ക് വീടുകളിലേക്ക് പോയി ഹോം ക്വാറന്റൈനിൽ പ്രവേശിക്കാം. രോഗലക്ഷണമുള്ള യാത്രക്കാരെ കോവിഡ് കെയർ സെൻ്ററിലേക്കോ ആശുപത്രിയിലേക്കോ മാറ്റും. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ കുട്ടികളെയോ ഭാര്യാഭർത്താക്കന്മാരെയോ മാതാപിതാക്കളെയോ കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നെങ്കിൽ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമാണ്. അതോടൊപ്പം അവരുടെ സ്വന്തം ജില്ലാ കളക്ടർമാരിൽ നിന്ന് പാസ് വാങ്ങണം. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അന്വേഷണങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നതിന് തടസ്സമില്ല, പക്ഷേ ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ അനുമതി പ്രധാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും യാത്രക്കാരെ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് മടക്കയാത്രക്ക് അതത് ജില്ലാ കളക്ടർമാർ പാസ് നൽകും. കേരളത്തിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാരും കോവിഡ്-19 ജാഗ്രതാ മൊബൈൽ ആപ്പ് ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അവിചാരിത ബുദ്ധിമുട്ടുകളുണ്ടായാൽ സെക്രട്ടേറിയറ്റിലെ വാർ റൂമായോ നിർദ്ദിഷ്ട ചെക്ക് പോസ്റ്റുമായോ ബന്ധപ്പെടണം. മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ടവർക്കാണ് ആദ്യഘട്ടത്തിൽ യാത്രാനുമതി നൽകുന്നത്. വിദ്യാർത്ഥികൾ കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയ മുതിർന്ന പൗരന്മാർ, ഗർഭിണികൾ, മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇവർ മുൻഗണനാ പട്ടികയിൽപ്പെടും. വരുന്നവർ 14 ദിവസം വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണം. ഈ നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് കോവിഡ്-19 ബാധ നിയന്ത്രിച്ച് നിർത്താനും വരുന്നവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും സുരക്ഷയെ കരുതിയുമാണ്. കൂട്ടത്തോടെ നിയന്ത്രണമില്ലാതെ ആളുകൾ വരുന്നത് അപകടത്തിനിടയാക്കും. ഘട്ടം ഘട്ടമായി ഈ പ്രക്രിയ പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്.
പ്രവാസി മലയാളികളുടെ തിരിച്ചുവരവ് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ചില പ്രചാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നില്ല. പ്രത്യേക വാഹന സൗകര്യങ്ങളോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഏത് സംസ്ഥാന ഗവൺമെൻറ്റിനോടും അക്കാര്യം അഭ്യർത്ഥിക്കും. വാഹന ലഭ്യതക്കനുസരിച്ച് തിരിച്ചു വരാനുള്ള പ്ലാൻ നടപ്പാക്കും. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ആർക്കും വേണ്ടതില്ല. സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികളെ എല്ലാവരെയും തിരിച്ചയക്കുക എന്നത് സർക്കാരിൻ്റെ നയമല്ല. നാട്ടിൽ പോകാൻ അത്യാവശ്യമുള്ളവരുണ്ട്, നാട്ടിൽ പോകാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾക്ക് മാത്രമാണ് യാത്രാ സൗകര്യമൊരുക്കുന്നത്. ഈ ഘട്ടത്തിൽ അവരിവിടുന്ന് പോകേണ്ടതാണ് എന്ന തരത്തിലുള്ളൊരു സമീപനം നമുക്കില്ല. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് യാത്രാ സൗകര്യം ഒരുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിനകത്ത് വിവിധ ജില്ലകളിൽ ലോക്ക്ഡൗണിന് മുന്നിൽ വന്ന് കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യങ്ങൾക്ക് തൊട്ടടുത്ത ജില്ലകളിലേക്ക് പോകേണ്ടവരുമുണ്ട്. ഇവരുടെ യാത്രാ അനുമതിക്ക് അവർ ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ അപേക്ഷിക്കുക. അവർക്ക് യാത്രക്കുള്ള പാസ് പോലീസിൽ നിന്ന് ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കും. ലക്ഷദ്വീപിൽ കുടുങ്ങിയ കുറച്ച് മലയാളികളുണ്ട്. അവരെ തിരിച്ചെത്തിക്കുന്നതിന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുമായി സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്ററുമായി സംസാരിച്ചൊരു ധാരണയിലായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓട്ടോമൊബൈൽ ഷോപ്പുകൾക്കും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകൾക്ക് അതുപോലെ തന്നെ വാഹന ഷോറൂമുകൾക്ക് കണ്ടെയ്ൻമെൻറ്റ് സോൺ ഒഴികെ പ്രവർത്തിക്കാൻ അനുമതി നൽകും. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കേണ്ടത്. സർക്കാർ അനുവദിച്ച കടകൾ തുറക്കുന്നതിന് ചിലയിടങ്ങളിൽ ചില ആശയക്കുഴപ്പമുള്ളതായി മനസ്സിലാക്കുന്നു. തുറക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതി വേണം എന്ന് ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നു. ഇത് സർക്കാർ അനുവദിച്ച കടകൾ തുറക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമില്ല. ഞായറാഴ്ച സമ്പൂർണ്ണ ഒഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ റംസാൻ കാലമായതിനാൽ ഭക്ഷണം പാർസൽ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം മറ്റു ദിവസങ്ങളെപ്പോലെ തന്നെ പ്രവർത്തിക്കാം. ഈ ഘട്ടത്തിൽ ഭക്ഷണം പാർസലായി അയക്കുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവർക്കും തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. അതിന് തടസ്സമുണ്ടാകേണ്ടതില്ല. കാരണം ഇതില്ലെങ്കിൽ ആ ദിവസം പട്ടിണിയായി പോകും. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലൊഴികെ റോഡുകൾ അടച്ചിടുന്നില്ല. ഇതിലൊരു ആശയക്കുഴപ്പവും ഉണ്ടാകേണ്ട കാര്യമില്ല. കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ് കർക്കശമായ നിയന്ത്രണം ഉണ്ടാവുക. ഇത് റെഡ് സോണിലായാൽ പോലും കണ്ടെയ്ൻമെൻറ്റ് സോണിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ
റോഡുകൾ അടച്ചിടേണ്ടതായിട്ടില്ല. ഓറഞ്ച് സോണിനും ഇത് തന്നെയാണ് ബാധകം. ഇപ്പോൾ നിബന്ധനകൾക്ക് വിധേയമായി ഇവിടങ്ങളിൽ വാഹന ഗതാഗതം അനുവദിക്കും. പക്ഷേ പൊതുഗതാഗതം അനുവദിക്കുകയുമില്ല. വിദേശത്തു നിന്നും തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് ഡോക്ടർമാരുമായും ബന്ധുക്കളുമായും ആശയവിനിമയം നടത്താൻ സൗജന്യമായി ഓരോ മൊബൈൽ നമ്പർ നൽകുമെന്ന് BSNL അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് എത്തിയ ഉടനെ അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവില്ല, അവരുടെ അവിടുത്തെ നമ്പറായിരിക്കും. നേരത്തെ ഉള്ളത് ചിലപ്പോൾ ഡിസ്കണക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് റീകണക്റ്റ് ചെയ്യുന്നതിന് സൗകര്യമൊരുക്കും. സിം നഷ്ടപ്പെട്ടതാണെങ്കിൽ അതേ നമ്പറിൽ പുതിയ സിം കാർഡ് നൽകും. ഇതൊക്കെ BSNL അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നേരത്തെയും നമ്മൾ കടുത്ത പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയിൽ നിന്നും പുതിയ അവസരങ്ങൾ ഉയർന്നു വരും എന്ന് നമുക്കറിയാം. അത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ COVID-19 മഹാമാരി തീർച്ചയായും ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കി. എന്നാൽ അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നുണ്ട്. കോവിഡിനെ നേരിടുന്നതിൽ കേരള ജനത കൈവരിച്ച അസാധാരണമായ നേട്ടം നമ്മുടെ സംസ്ഥാനത്തെ ലോകത്തെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ കേന്ദ്രങ്ങളിലൊന്നായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു എന്നതാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള നിക്ഷേപകരിലും സംരംഭകരിലും കേരളത്തെക്കുറിച്ച് വലിയ താല്പര്യമുളവായിട്ടുണ്ട്. ഈ രംഗത്ത് നമുക്ക് ധാരാളം അന്വേഷണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തി ഇവിടുത്തെ മനുഷ്യശേഷി തന്നെയാണ്. ആ വിഭവശേഷി ഒന്നുകൂടി ശക്തിപ്പെടുകയാണ്. കാരണം ഈ കോവിഡ് മഹാമാരി കാരണം നമ്മുടെ വിവിധ രാജ്യങ്ങളിലെ പ്രവാസി സഹോദരങ്ങൾ ഒരു വിഭാഗം ഇങ്ങോട്ട് വരികയാണ്. വലിയ അനുഭവ സമ്പത്തുള്ളവരാണവർ. വിവിധ മേഖലകളിൽ നല്ല വൈദഗ്ധ്യമാർജിച്ചവരാണ്. വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ നൈപുണ്യമുള്ളവരാണ്. ഇതെല്ലാം നമുക്കൊരു വലിയ മുതൽക്കൂട്ടായി മാറുകയാണ്. ഏത് വ്യവസായം നിലനിൽക്കാനും അഭിവൃദ്ധിപ്പെടാനും മനുഷ്യ വിഭവശേഷി പ്രധാനമാണ്. നമ്മുടെ മനുഷ്യ വിഭവശേഷി ലോകത്തെ ഏത് വികസിത രാഷ്ട്രത്തോടും കിടപിടിക്കുന്നതാണെന്ന് ഈ മഹാമാരിക്കിടയിലും നാം ഒന്നുകൂടി തെളിയിച്ചിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്ത്
കേരളത്തിലേക്ക് വ്യവസായ മുതൽ മുടക്ക് വലിയ തോതിൽ ആകർഷിക്കുന്നതിന് ചില തീരുമാനങ്ങൾ സർക്കാർ എടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ അപേക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വ്യവസായങ്ങൾക്ക് ലൈസൻസുകളും അനുമതികളും അപേക്ഷിച്ച് ഒരാഴ്ചക്കകം നൽകും. ഉപാധികളോടെയാണ് അനുമതി നൽകുക. ഒരു വർഷത്തിനകം സംരംഭകൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് തിരുത്താൻ അവസരം നൽകാനും സർക്കാർ തയ്യാറാകും. അതേപോലെ തന്നെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ഇവിടങ്ങളിൽ വിമാനത്താവളം, തുറമുഖം, റെയിൽ, റോഡ് എന്നിവ ബന്ധപ്പെടുത്തി ബഹുതല ലോജിസ്റ്റിക്സ് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തും. അന്താരാഷ്ട്ര വ്യാപാരത്തിലും വാണിജ്യത്തിലും ഇത് കേരളത്തെ പ്രധാന ശക്തിയാക്കും. ഇതിനു പുറമെ കയറ്റുമതി ഇറക്കുമതി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ ആരംഭിക്കും. ഉത്തര കേരളത്തിൻ്റെ ആവശ്യം മുൻനിർത്തി അഴീക്കൽ തുറമുഖം വികസിപ്പിക്കും. വലിയ തോതിൽ ചരക്ക് കൈകാര്യം ചെയ്യാൻ തുറമുഖത്തെ സജ്ജമാക്കും. കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കും. പാലക്കാട് മെഗാ ഫുഡ് പാർക്കിലെ ഭൂമി കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിന് വേണ്ടി വ്യവസായികൾക്ക് പാട്ടത്തിന് നൽകും. മൂല്യവർദ്ധനവിന് ഊന്നൽ നൽകി ഉത്തര കേരളത്തിൽ നാളികേര പാർക്ക് സ്ഥാപിക്കും. കേരളത്തെ മികച്ച വ്യവസായ കേന്ദ്രമാക്കുന്നതിനുള്ള നടപടികൾക്ക് ഉപദേശക സമിതി രൂപീകരിക്കും. വ്യവസായ നിക്ഷേപകർ, നയരൂപീകരണ വിദഗ്ധർ, വ്യവസായ പ്രമുഖർ എന്നിവരുൾപ്പെടുന്നതായിരിക്കും ആ കമ്മിറ്റി. വ്യവസായ മുതൽമുടക്കിന് സ്റ്റാർ റേറ്റിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തും. മുതൽമുടക്ക്, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തൊഴിൽ ഇവയെല്ലാം കണക്കിലെടുത്ത് ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്നീ സ്ഥാനങ്ങൾ നൽകും. സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളും ഇളവുകളും ഈ റാങ്കിംഗ് കൂടി പരിഗണിച്ചായിരിക്കും. ഇന്ന് പരിശോധനയുടെ ഭാഗമായി റിസൾട്ട് നെഗറ്റീവായ കോവിഡ് ബാധിതർ ജില്ല തിരിച്ച് ഇടുക്കിയിൽ 11 പേര്, കോഴിക്കോട് 4, കൊല്ലം 9, കണ്ണൂർ 19, കാസർഗോഡ് 2, കോട്ടയം 12, മലപ്പുറം 2, തിരുവനന്തപുരം 2. ഇതോടെ തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കൂടി ആർക്കും കൊറോണ വൈറസ് ബാധ ഇല്ലാത്ത ജില്ലകളായി മാറും. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒരു സന്തോഷ വാർത്ത റെയിൽവേയെ സംബന്ധിച്ചുള്ളതാണ്.
നേരത്തെ മരവിപ്പിച്ച് നിർത്തിയിരുന്ന 3 പാളം ഇരട്ടിപ്പിക്കൽ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള തീരുമാനം റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ കായംകുളം സെക്ഷനിലെ 69 കിലോമീറ്റർ പാളം ഇരട്ടിപ്പിക്കാൻ 1439 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുക. ഒന്ന് എറണാകുളം കുമ്പളം 7.7 കിലോമീറ്റർ 189 കോടി. 2 കുമ്പളം തുറവൂർ 15.59 കിലോമീറ്റർ 250 കോടി. 3 തുറവൂർ അമ്പലപ്പുഴ 45.7 കിലോമീറ്റർ 1000 കോടി. ഇതൊരു സന്തോഷകരമായ വാർത്തയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പഴങ്ങളും പച്ചക്കറിയും തൈകളും അടക്കമുള്ള കാർഷിക വിഭവങ്ങളുടെ കയറ്റിറക്കുമതിക്കായുള്ള അനുവാദം ലഭ്യമായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്.